നമ്മൾ ന്യൂ ഇയറിൽ എടുക്കുന്ന പല റെസൊല്യൂഷൻസും, അതായത് ഒരു 80% റെസൊല്യൂഷൻസും ഒരു ഫെബ്രുവരി ആവുന്നതോട് കൂടിയിട്ട് അത് ഫെയിൽ ആവും. അങ്ങനെ ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, നമുക്ക് എപ്പോഴും റെസൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ, ഇന്റൻഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ഒരാള് ഒരു റെസൊല്യൂഷൻ എടുക്കാണ്, അടുത്ത വർഷം ഞാൻ ഭയങ്കര എന്നും ഞാൻ ജിമ്മിൽ പോകുന്നു, അയാൾക്ക് റെസൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്തിനാണ് ജിമ്മിൽ പോകണമെന്നുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഇന്റൻഷനും കൂടെ വേണം. അടുത്ത കൊല്ലം ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത്. അപ്പോഴാണ് ആ റെസൊല്യൂഷന്റെ കൂടെ ഇന്റൻഷൻ കൂടെ വരുമ്പോഴേ അതിനൊരു മീനിങ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, എപ്പോഴും നമുക്ക് ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവുക, ഡയറക്ഷൻസ് ഉണ്ടാവില്ല. ഇപ്പൊ ഈ വെയിറ്റ് ലോസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു 10 കിലോ അടുത്ത കൊല്ലം കുറക്കും എന്നൊക്കെ പറയും. പക്ഷെ എങ്ങനെ കുറക്കും, ആ ഒരു ഡയറക്ഷൻ കൂടെ വേണം. നമ്മൾ എന്ത് തരത്തിലുള്ള ഫുഡാണ് കഴിക്കുക, എത്ര സമയം ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, എങ്ങനെയായിരിക്കും എന്റെ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് എങ്ങനെയായിരിക്കും, അത്തരത്തിലുള്ള ഒരു ഡയറക്ഷൻ കൂടെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ റെസൊല്യൂഷൻസ് എല്ലാം ഭയങ്കര റിജിഡ് ആയിരിക്കും. എല്ലാ സിറ്റുവേഷനിലും എല്ലാ ദിവസവും നമുക്ക് ഈ റെസൊല്യൂഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. ചില ദിവസങ്ങൾ അതിന് അനുകൂലമായിരിക്കില്ല. അപ്പൊ നമ്മൾ അതിനെ ഫ്ലെക്സിബിൾ ആക്കണം. അതെങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പോ ഒരു ഇഫ് ദെൻ ലോ ഉണ്ട്, അത് നമുക്കും പിന്നെ പറയാം. ഇപ്പോ എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ജിമ്മിൽ പോകാൻ പറ്റില്ല എന്ന് നേരത്തെ മനസ്സിലാവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്, എനിക്കിന്ന് ജിമ്മിൽ പോകാൻ പറ്റില്ല, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇന്ന് ഒരു 30 മിനിറ്റ് വീടിന് ചുറ്റും നടക്കും. അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം എപ്പോഴും. നാലാമത്തെ കാര്യം, നമ്മുടെ റെസൊല്യൂഷൻസ് എല്ലായ്പ്പോഴും സെൽഫ് കമ്പാഷൻ ബേസ്ഡ് റെസൊല്യൂഷൻ ആയിരിക്കണം. ഒരിക്കലും ഷെയിം ബേസ്ഡ് റെസൊല്യൂഷൻ ആവരുത്. ഷെയിം ബേസ്ഡ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ വിചാരിക്കുക, ലാസ്റ്റ് ഇയർ ഞാൻ കുറെ സമയം കളഞ്ഞു, ഞാൻ ഭയങ്കര മടിയനായിരുന്നു, ഈ വർഷം ഞാൻ അങ്ങനെ ആയിരിക്കില്ല, ഞാൻ മാറും. അതൊരു ഷെയിം ബേസ്ഡ് റെസൊല്യൂഷൻ ആണ്. ഇത് നമ്മുടെ ഒരു സെൽഫ് കൺട്രോൾ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ അവോയ്ഡൻസ് ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. പകരം നമ്മൾ സെൽഫ് കമ്പാഷൻ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആണ് എടുക്കേണ്ടത്. അതായത്, ലാസ്റ്റ് ഇയർ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, പക്ഷെ കുഴപ്പമില്ല, ഈ വർഷം എനിക്ക് എപ്പോ വേണമെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാമല്ലോ, സോ ഈ വർഷം ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുത്തി നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കും. അത്തരത്തിലുള്ള സെൽഫ് കമ്പാഷൻ ആയിട്ടുള്ള റെസൊല്യൂഷൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിന് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ആദ്യത്തേത്, നമുക്ക് ഇന്റൻഷനും കൂടെ വേണം റെസൊല്യൂഷന്റെ കൂടെ. രണ്ടാമത്തേത്, ഡെസ്റ്റിനേഷന്റെ കൂടെ ഡയറക്ഷനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യണം. മൂന്നാമത്തേത്, റിജിഡ് ആയിക്കോട്ടെ റെസൊല്യൂഷൻസ്, പക്ഷെ ഫ്ലെക്സിബിൾ ആയിട്ട് അത് കൊണ്ടുവരാനുള്ള ഒരു മെന്റാലിറ്റി കൂടെ നമുക്ക് ഉണ്ടാവണം. നാലാമത്തേത്, ഷെയിം ബേസ്ഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് നമുക്ക് വേണ്ട, സെൽഫ് കമ്പാഷൻ ആയിട്ടുള്ള റെസൊല്യൂഷൻസ് മതി. സോ ഇതൊക്കെ ഓർത്തുകൊണ്ടായിരിക്കണം പുതിയ റെസൊല്യൂഷൻസ് ഉണ്ടാക്കേണ്ടത്. പിന്നെ എപ്പോഴും റെസൊല്യൂഷൻസ് ഉണ്ടാക്കി അത് ഫെയിൽ ആകുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്ക് ഇത് അയച്ചു കൊടുക്കുക.